Hi guys, how are you doing? Hope all you're doing great. Welcome back to my YouTube channel. So today is Thursday. ഞങ്ങളുടെ ഒരു ഓഫ് ഡേ ആണ് കേട്ടോ. അപ്പൊ ഈവനിങ് ആയപ്പോ പുറത്തേക്ക് ഇറങ്ങിയതാണ്. കുറച്ച് പരിപാടികളുണ്ട്. ഒരു ചെറിയ ഷോപ്പിംഗ് ആണ് കേട്ടോ. എന്താ ഷോപ്പ് ചെയ്യാൻ പോകുന്നതെന്ന് ഞാൻ വഴിയെ പറയാം. So let's get started with the vlog. Weather is being so nice today. Oh my gosh. Sun is going to set. Yay. Wow. പോകുന്ന വഴിയില് ഒരു എന്താണ് അർജുന് ക്യാപ്പച്ചീനോ കുടിക്കണം എന്ന് പറഞ്ഞു. അർജുന്റെ ഫേവറേറ്റ് ആണ് പുൽമാൻ ഹോട്ടലിലെ ക്യാപ്പച്ചീനോ. അപ്പൊ അവിടെ പോയിട്ട് അത് കുടിച്ച ശേഷം നമ്മള് വീണ്ടും നമ്മുടെ യാത്ര തുടരുന്നതായിരിക്കും. ഓക്കെ, സോ ലെറ്റ്സ് ഗോ ദേർ. ഇവിടെയാണ് അർജു വർക്ക് ചെയ്യുന്നത്. ഇതാണ് അർജുന്റെ ഹോസ്പിറ്റൽ. ഇതിനോട് അറ്റാച്ച്ഡ് ആയിട്ടാണ് പുൽമാൻ ഹോട്ടൽ കിടക്കുന്നത് കേട്ടോ. സോ നമ്മൾ ഇവിടേക്ക് പോകുന്നു. We are in the vlog. See how sexy? What are you wearing here? Accentuating the figure, you know? Yes. You should wear like that. Oh, by the way, this thing is also for you. She said that. Oh, my. This is for me, hot chocolate. Yes. Yes. Oh, then hurry up. No, not really. Don't see sound. Gas is busy always. See, why are you getting scared? Why are you pausing, by the way? This is just a video. Maybe it's a video. It's a picture. Just wait. Okay. When Sarah comes back. Yellow. You go out and Sarah comes back. Because we have to add something now in the vlog. I'm slacking off, Shwada. Guys, we had cappuccino. ഞാൻ അധികം ഇങ്ങനെ കോഫിയുടെയും ടീയുടെയും ഒന്നും ഫാൻ അല്ലാത്തതുകൊണ്ട് കുഴപ്പമില്ലായിരുന്നു. ഇദ്ദേഹമാണ് എല്ലാ ദിവസവും ക്യാപ്പച്ചീനോ കുടിക്കുന്നത് അല്ലേ? ഇന്നത്തത് എങ്ങനെ ഉണ്ടായിരുന്നു? വലിയ കുഴപ്പമില്ലായിരുന്നു. ആ സ്പെഷ്യൽ സ്റ്റാഫ് അവിടെ ഇല്ലായിരുന്നു. ഇവർക്ക് എല്ലാ ദിവസവും ഉണ്ടാക്കി കൊടുക്കുന്നത്. അപ്പോ ഇനി ഞാൻ പറയാം, ഞങ്ങള് ഫോണ് വാങ്ങിക്കാൻ പോവാണ് കേട്ടോ. എനിക്ക് കുറെ നാളായി ഫോണൊന്ന് മാറ്റണം എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ ഇന്നാണ് അതിനൊരു സമയം ഒത്തു വന്നിട്ടുള്ളത്. അപ്പൊ നമ്മൾ എവിടെയാ പോകുന്നത്? അൽത്തമാം. ഓക്കെ, അൽത്തമാം ഇലക്ട്രോണിക്സ് എന്നാണ് ഫോൺ വാങ്ങിക്കാൻ പോകുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ വാങ്ങാൻ പോകുന്നത്. ഇതുവരെയുള്ള എന്റെ ഫോണൊക്കെ എന്ന് പറഞ്ഞാല് ടു ബി ഹോണസ്റ്റ്, ഞാൻ അർജുന്റെ ഫോണായിരുന്നു യൂസ് ചെയ്യുന്നത് വ്ളോഗ് എടുക്കാനൊക്കെ. ബിക്കോസ് എന്റെ ഫോണ് നല്ല ഫോൺ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് ഇതിലും ബെറ്റർ ആയിട്ടുള്ളത് കയ്യിലുള്ളപ്പോ നമ്മൾ എപ്പോഴും അതല്ലേ എടുക്കുക. അങ്ങനെയാണ് ഞാൻ ആ ഫോൺ എടുക്കുന്നത്. എനിക്ക് എന്നും എന്താണ് എല്ലാ ദിവസവും എന്റെ ഫോൺ നീ നശിപ്പിക്കുകയാണെന്ന് കേട്ട് ഞാൻ മടുത്തു. അതുകൊണ്ട് ഞാൻ പുതിയ ഫോൺ വാങ്ങിക്കാൻ പോവാണ്. സോ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ ആദ്യമായിട്ടാണ് എനിക്ക് സ്വന്തമായിട്ട് ഒരു ഫോൺ വാങ്ങുന്നത്. സോ ഐ തോട്ട് വൈ നോട്ട് ഒരു വ്ളോഗ് എടുക്കാം. ഇതുവരെ അച്ഛൻ പ്ലസ് 2 കഴിഞ്ഞപ്പോ അച്ഛനാണ് വാങ്ങിച്ചത്. പിന്നെ ഞങ്ങളുടെ മാരേജ് ഫിക്സ് ആയപ്പോ അർജു കൊണ്ടെത്തുന്ന ഫോണാണ്. ഐ തിങ്ക് ഇറ്റ്സ് ബീൻ 4 years. 4 വർഷമായി ഞാനിപ്പോ ആ ഫോൺ തന്നെ യൂസ് ചെയ്യുന്നു. അപ്പൊ ഇനി പോയിട്ട് പുതിയതിലേക്ക് മാറാം. ഓക്കെ, ബൈ ദ വേ ഒരു കാര്യം പറയാൻ പറഞ്ഞു. നിങ്ങൾ അവിടെ കണ്ടത് അർജുന്റെ കൊളീഗാണ് കേട്ടോ, കാലി. നിങ്ങൾ മുമ്പത്തെ എന്റെ ബ്ലോഗ്
അയ്യോ സോറി, കാലിയോയുടെ മോളാണ് അല്ലേ, മാറിപ്പോയതാ കാസി. മുമ്പത്തെ എന്റെ ബ്ലോഗിലൊക്കെ കണ്ടിട്ടുണ്ടാവും. സോയ അതൊന്ന് പറയാന്ന് വിചാരിച്ചു. ഒരു അടിപൊളി വ്യൂ ആണ് കേട്ടോ ഈ ഒരു 2 ബിൽഡിങ്ങിന്റെ ഇടയില് സൺസെറ്റ് എന്ന് പറയുന്നത്. ഇറ്റ്സ് റിയലി നൈസ്. ഗൈസ്, എന്റെ പാവം ഫോണാണ് ഈ ഇരിക്കുന്നത്, iPhone 12. ടടരൻ ടടരൻ ടടരൻ. ഇത്രയും കാലം എന്നെ സഹിച്ചു, എന്റെ എല്ലാ പ്രവർത്തനങ്ങളും സഹിച്ചു, എല്ലാം സ്റ്റോർ ചെയ്തു. ആളും എടുക്കാനാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. പക്ഷെ നമ്മള് എന്താണ്, സ്റ്റോറേജിന്റെ ഇഷ്യൂ മാത്രമേ ഉള്ളൂ, വേറെ പ്രശ്നമൊന്നുമില്ല അല്ലേ. പിന്നെ ക്യാമറയും ചെറുതായിട്ട് ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട്. സോ യെസ്, എന്നാലും എനിക്ക് ഭയങ്കര അറ്റാച്ച്മെന്റ് ഉള്ള എന്റെ ഫോണാണ്. അതുകൊണ്ട് ഇത് ഞാൻ എന്നും സൂക്ഷിച്ചു വെക്കും. ഗൈസ്, നമ്മള് ബർദുബായ് എത്തി. ഇതാണ് ബർദുബായ്. ഇവിടെയാണ് നമ്മുടെ ഷോപ്പ് ഉള്ളത്. ഇവിടെ നിന്നാണ് നമ്മൾ വാങ്ങിക്കാൻ പോകുന്നത്. യെസ്, അർജുന്റെ സ്ഥലമായിരുന്നു അല്ലേ പറഞ്ഞ? അല്ല, ഇവിടെ ആയിരുന്നല്ലോ ഒരു 2 years. എപ്പോഴും ഇവിടെ വരുമ്പോ പറയും ഇത് എന്റെ സ്ഥലമാണ്. ഇവിടെ പാർക്കിംഗ് കിട്ടാൻ കുറച്ച് ഡിഫിക്കൽട്ടാണ് കേട്ടോ. ഞങ്ങള് കുറെ സ്ഥലത്ത് അന്വേഷിച്ചു, പക്ഷെ അവിടെ ഒന്നും സ്റ്റോക്ക് ഇല്ലായിരുന്നു. പിന്നെ ഇവിടെ ചോദിച്ചപ്പോ ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇങ്ങോട്ട് വന്നിട്ടുള്ളത് കേട്ടോ. എന്ന് വെച്ചാൽ ഞങ്ങൾക്ക് സ്റ്റോറേജ് ഞങ്ങൾ ചോദിക്കുന്നത് അവിടെയൊക്കെ ഉണ്ട്, പക്ഷെ അവിടെ ഒന്നും സ്റ്റോക്ക് ഇല്ല, നമ്മൾ ഓർഡർ ചെയ്യണം. അപ്പൊ നാളെ കിട്ടുള്ളൂ അല്ലെ മറ്റന്നാളെ കിട്ടുള്ളൂ, അങ്ങനെയൊക്കെയാ പറഞ്ഞത്. എനിക്ക് എന്തായാലും ഞാൻ ഇന്ന് വാങ്ങാൻ എന്റെ മൈൻഡ് സെറ്റ് ആക്കി പോയി. അപ്പൊ ഇന്ന് തന്നെ വാങ്ങിക്കണം എന്നായിരുന്നു. അങ്ങനെയാണ് ഇവിടെ എത്തിയത്. കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഞങ്ങളുടെ വീട്ടിൽ നിന്ന്, ബട്ട് സ്റ്റിൽ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോ നേരെ വന്നതാണ് കേട്ടോ. ഞങ്ങളങ്ങനെ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോ പാർക്കിംഗ് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ടേക്ക് പോവാം. ഞങ്ങള് ഫോണൊക്കെ വാങ്ങി അവിടെ, പക്ഷെ പെട്ടെന്ന് വാങ്ങിയിട്ട് ഇറങ്ങി കേട്ടോ. വേറെ ഒന്നും ചെയ്യാൻ പറ്റിയില്ല, അവിടെ നല്ല ബിസി ആയിരുന്നു. പിന്നെ എല്ലാം ഡിസൈഡ് ചെയ്ത് പോയതുകൊണ്ട് പ്രത്യേകിച്ച് കൺഫ്യൂഷൻസ് ഒന്നും ഇല്ലായിരുന്നു. ഒരു 2 മിനിറ്റില് കാര്യം കഴിഞ്ഞു. ഇത് ഞാൻ അൺബോക്സ് ചെയ്യുമ്പോ നിങ്ങളെ അത് കാണിച്ചു തരാം കേട്ടോ. ഞങ്ങളിപ്പോ ദുബായ് ഹിൽസ് മോളിലാണ് വന്നിട്ടുള്ളത്. ഏതെങ്കിലും ഒരു കഫ്റ്റീരിയയിൽ പോയിട്ട് അൺബോക്സ് ചെയ്യും. സോ അപ്പൊ നിങ്ങളും കൂടെ കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലെങ്കിൽ Finally, we have reached the restaurant and we have decided to have dinner from there. ഡിന്നറിന് ഞങ്ങള് ഒരു സാലഡാണ് കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ബീഫ് ആൻഡ് ചിക്കൻ ബേക്കൺ സം സാലഡ്. ഐ ഡോണ്ട് റിമെമ്പർ ദ എക്സാക്ട് നെയിം, ബട്ട് സാലഡ് വാസ് സോ യം. അതിന്റെ കൂടെ ഞങ്ങള് 2 പേസ്ട്രി കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ലിറ്റോയില് ഏറ്റവും കൂടുതൽ ഫേമസ് ആയിട്ടുള്ളതാണ് മിൽക്ക് കേക്ക്. അത് ഒരു വട്ടം ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ട്. ദിസ് ഇസ് ദ സെക്കൻഡ് ടൈം ആൻഡ് ഐ ലവ് ഇറ്റ്. ഭയങ്കര ടേസ്റ്റ് ആണ് കേട്ടോ. ഇതിന്റെ കൂടെ ഞങ്ങൾ രണ്ടാമത് പറഞ്ഞ ഇതിന്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ബട്ട് ഇറ്റ് വാസ് ഓൾസോ സോ 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 യം. രണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ. പിന്നെ സാലഡൊക്കെ ഞാൻ നന്നായിട്ട് എൻജോയ് ചെയ്ത് കഴിക്കുന്നുണ്ടായിരുന്നു. റെസിപ്പീസ് ഒക്കെ ഒന്ന് നോക്കി വെച്ചാല് നെക്സ്റ്റ് ടൈം വീട്ടിൽ പോയിട്ട് എനിക്കിത് ട്രൈ ചെയ്യാം എന്നൊരു ഐഡിയയും കൂടെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ. ആ ഒരു എഗ്ഗിന്റെ പുറത്ത് അവരൊരു ക്രിസ്പി ആയിട്ടുള്ള കോട്ടിങ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതും അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മള് ഫൈനലി എന്റെ മൊബൈൽ ഫോൺ അൺബോക്സ് ചെയ്യാൻ പോവാണ്. ഐ എം സോ എക്സൈറ്റഡ് ബിക്കോസ് ഇറ്റ്സ് ബീൻ 4 years. ഞാൻ എന്റെ iPhone 12 തന്നെയാണ് കേട്ടോ യൂസ് ചെയ്തോണ്ടിരുന്നത്. ഇപ്പോഴാണ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റിയത്. ആൻഡ് ദിസ് ഇസ് iPhone 16 Pro Max. ഞാൻ എപ്പോഴും അപ്ഡേറ്റ് ചെയ്യണം എന്നിങ്ങനെ വിചാരിച്ചെങ്കിലും അതൊന്നും നടന്നിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴാണ് കറക്റ്റ് ടൈം വന്നത് കേട്ടോ. പിന്നെ ഞങ്ങള് സ്റ്റോറേജ് 1 TB ആയിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പൊ കൊറിയ ഷോപ്പില് അത് സ്റ്റോക്കില്ലായിരുന്നു. ഓർഡർ ചെയ്യണം, നാളെ കിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞു. സോ ഒരു ഷോപ്പിൽ വിളിച്ചപ്പോഴാണ് ഉണ്ടെന്ന് പറഞ്ഞത്. അപ്പം ഞങ്ങള് ഡയറക്ട്ലി വന്നതാണ് കേട്ടോ. ഐ എം സോ എക്സൈറ്റഡ്. കുറേ നാളിന് ശേഷം
ആദ്യമായിട്ട് ഞാൻ സ്വന്തമായിട്ട് എനിക്ക് വേണ്ടി വാങ്ങിയിട്ടുള്ള ഫോണ് ഓപ്പൺ ചെയ്യാണ്. ആൻഡ് ഡിസേർട്ട് ടൈറ്റാനിയാണ് കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. അവിടുന്ന് ഓപ്പൺ ചെയ്യാൻ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ആ ഷോപ്പിൽ നല്ല റഷായിരുന്നു, പിന്നെ നിറയെ ആളുകളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു അവിടുന്ന് വാങ്ങിയിട്ട് സമാധാനപരമായിട്ട് എവിടെയെങ്കിലും പോയിട്ട് ഓപ്പൺ ചെയ്യാൻ. ആൻഡ് ദിസ് ഇസ് ദ കളർ ആൻഡ് ദിസ് ഇസ് ഹൗ ഇറ്റ് ലുക്സ്. ആദ്യമായിട്ട് നമ്മൾ ഓപ്പൺ ചെയ്യുമ്പം ആ ഒരു ഹലോ എന്ന് പറഞ്ഞതും ആപ്പിളിന്റെ സൈൻ വരുന്നതൊക്കെ അതൊരു സന്തോഷമാണ്. ആൻഡ് പിന്നെ അർജു അതിൽ നോക്കുന്നുണ്ടായിരുന്നു. ഇതിന് 15 Pro Max ആയിട്ട് വലിയ ഡിഫറൻസ് ഒന്നും കാണാൻ പറ്റിയില്ല കേട്ടോ. പിന്നെ നമ്മുടെ ലൈഫിൽ എന്തെങ്കിലും നല്ല കാര്യം നടന്നാല് നമ്മള് മധുരം കഴിക്കണം എന്നാണല്ലോ. അങ്ങനെ ഞാൻ എന്റെ ഫോൺ ഓപ്പൺ ചെയ്ത ശേഷമാണ് കേട്ടോ ഈ കേക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല അടിപൊളി ടേസ്റ്റ് ആണ്. വായിൽ വെക്കുമ്പോൾ തന്നെ മെൽറ്റ് ആയി പോകുന്ന പോലെ ഉണ്ടായിരുന്നു. ഇറ്റ് വാസ് സോ 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 ഡെലീഷ്യസ്. ട്രസ്റ്റ് മീ ഗൈസ്, യു ഗൈസ് വുഡ് ലവ് ദിസ്. അങ്ങനെ 2 കേക്കും ഞാൻ ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് രണ്ടും ഒരുപോലെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു കേട്ടോ. സത്യം പറഞ്ഞാല് ഇത് രണ്ടും കഴിച്ചപ്പോഴത്തേനും മത്തായിട്ടുണ്ടായിരുന്നു. എനിക്ക് അധികം അങ്ങ് മധുരം കഴിക്കാൻ പറ്റില്ല. ഉപ്പും പുളിയൊക്കെ ആണെങ്കിൽ ഞാൻ എത്രയും കഴിക്കും കേട്ടോ. മധുരം എനിക്ക് വളരെ കുറച്ചേ കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഈ മോള് ഭയങ്കര രസമാണ് കേട്ടോ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. ദിസ് ഇസ് ദ ഫസ്റ്റ് ടൈം വി ആർ വിസിറ്റിംഗ് ദിസ് മോൾ. ഇവിടെ എന്താ പറയുക, ഒരുപാട് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഷോപ്പുകളുണ്ട്. നമുക്ക് ഒരു പെർഫെക്റ്റ് ഈവനിങ്ങിന് വേണ്ടിയിട്ടുള്ള ഒരു സ്പോട്ടാണ് കേട്ടോ. ഇതാണ് ഈ മോളിന്റെ ഔട്ട്സൈഡ് വ്യൂ. എന്തായാലും ഒരു അടിപൊളി ഈവനിങ് ആയിരുന്നു ഇന്ന്. സോ ഗായ്സ്, ഇന്നത്തെ പർച്ചേസ് ഒക്കെ കഴിഞ്ഞ് ഇപ്പൊ വീട്ടിലെത്തിയതേ ഉള്ളൂ. ഞാൻ ആദ്യമായിട്ട് എനിക്ക് വേണ്ടി ഫോൺ വാങ്ങിയതാണ്. അപ്പോൾ അതിന്റെ എക്സൈറ്റ്മെന്റ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പിന്നെ വരുന്ന വഴിയിൽ സ്ക്രീൻ കാർഡും ബാക്ക് കവറൊക്കെ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഷോപ്പിലും കൂടെ കയറിയിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വ്ളോഗിൽ എടുത്തിട്ടില്ല കേട്ടോ. പിന്നെ ചെറിയൊരു ഗ്രോസറി ഷോപ്പിംഗ് ഉണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ വീട്ടിലെത്തിയപ്പോൾ സമയം ഏകദേശം 11 മണിയായിട്ടുണ്ട്. ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയത് ഒരു 3:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു. പിന്നെ കുറച്ച് ദുബായ് ഹിൽസ് മോളിൽ കുറച്ച് കറങ്ങി നടന്നു. അങ്ങനെ ഫോണൊക്കെ ഇപ്പോൾ സെറ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. സോ ഇന്നത്തെ എൻ്റെ ഒരു വ്ളോഗ് എന്ന് പറയുന്നത് അത്രയൊക്കെ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തൊരു വ്ളോഗ് ആയിട്ട് ഇനി ഞാൻ എൻ്റെ പുതിയ ഫോണിലായിരിക്കും വ്ളോഗൊക്കെ എടുക്കാൻ പോകുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത പുതിയൊരു വ്ളോഗ് ആയിട്ട് വീണ്ടും കാണുന്നവരെ ചിൽഡ്രൻ ടാറ്റാ ബൈ ബൈ.